പറയാൻ പോകുന്നത്? ഇന്ന് മുത്തശ്ശി ഒരു പാവം തത്തമ്മയുടെ കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു തത്തമ്മ ജീവിച്ചിരുന്നു. തത്തമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങൾ പിറന്നു. 2 പേരെയും പൊന്നുപോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ. ഒരു ദിവസം മൂങ്ങ സന്യാസിയെ കാണാൻ വേണ്ടി തത്തമ്മ വന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നിനക്ക് 2 സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ? അതെ, ആ സന്തോഷം അങ്ങയെ കൂടി അറിയിക്കാൻ വന്നതാണ്. എന്തായാലും സൂക്ഷിക്കണം. ആ പൊന്നോമനകൾ ദിവ്യശക്തിയുള്ളവരാണ്. അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത്. ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക. എന്ത് ദിവ്യശക്തിയാണ് എന്റെ മക്കൾക്കുള്ളത്? അവരെവിടെ ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഇതെല്ലാം കേട്ട് പുറത്തൊരു കള്ളക്കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യടാ ഹുയ്യ, ഇതിപ്പോ തന്നെ രാജാവിനോട് പറഞ്ഞ് സ്വർണ്ണ നാണയങ്ങൾ തട്ടാം. കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്ത് ദിവ്യശക്തിയുള്ള കുഞ്ഞുങ്ങളോ? എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കതിനെ എത്തിച്ചു തരുക. അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂങ്ങ സന്യാസിയെ കണ്ടുവരുന്ന വഴി ഉൾക്കാട്ടിൽ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ച് പറന്നു വന്നു. കുഞ്ഞുങ്ങളെ, എവിടെ നിങ്ങൾ? ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് നോക്കിയേ. പക്ഷെ കുഞ്ഞുങ്ങൾ വിളി കേട്ടില്ല. അവൾ വീട് മൊത്തം തിരഞ്ഞു. അവളുടെ 2 ചെറിയ കുഞ്ഞുങ്ങളെയും കാണാനില്ല. അവളുടെ കൂടിനു ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി. തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് കാട്ടിലെ രാജാവിന്റെ ശിങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ പേടിച്ചു പോയി. അവൾ ധൈര്യം സംഭരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. അവൾ മാളത്തിലെത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു. സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു, പ്രഭു, അത് എന്റെ കുഞ്ഞുങ്ങളാണ്. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരികെ തരണം. നിന്റെ കുഞ്ഞുങ്ങളോ? എന്താണ് അതിന് തെളിവ്? കണ്ടില്ലേ, ഇവർ എന്റെ കൈകളിൽ കിടന്നുറങ്ങുന്നത്. ഇവർ എന്റെ കുഞ്ഞുങ്ങളാണ്. നിനക്ക് പോകാം. ഇത് കേട്ട തത്തമ്മയ്ക്ക് സങ്കടമായി. തത്തമ്മ തന്റെ മക്കളെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാരെ കാണാൻ പോയി. അല്ല, ആരത്? തത്തമ്മയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ ആയല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. വാ, കയറിയിരിക്കി. ഇരിക്കാനൊന്നും സമയമില്ല. ഞാനൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, എന്തു പറ്റി? തത്തമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അല്ല, അത് പിന്നെ ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കൂടെ വന്ന് രാജാവിന്റെ കൂടെ ഉള്ളത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അയ്യടാ, എന്നിട്ട് വേണം എന്റെ തല പോകാൻ. നീ പോയേ വേറെ ആരെങ്കിലും നോക്ക്. ചെല്ലേ. ഇതും പറഞ്ഞ് കരടി വാതിലടച്ചു. ഇത് കേട്ടപ്പോൾ തത്തയ്ക്ക് സങ്കടമായി. പക്ഷേ അവൾ തളർന്നില്ല. അവൾ അവിടെ നിന്നും വീണ്ടും പറന്നു. അവൾ ആന, മാൻ, ഉറുമ്പുകൾ, തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി. പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു. അവസാനം ക്ഷീണിച്ച തത്തമ്മ മുയലിന്റെ വീട്ടിലും എത്തി. അല്ല, ആരിത്? തത്തമ്മയോ? എന്താ വിശേഷിച്ച്? നീയും എന്നെ കൈവിടല്ലടാ. ഇനി പോകാൻ എനിക്കൊരു സ്ഥലവുമില്ല. എന്താടാ, എന്ത് പറ്റി? കരയാതെ കാര്യം പറയൂ. തത്തമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ. ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നീ ധൈര്യമായി ഇരിക്കി. മുയൽ വളരെ മിടുക്കനായിരുന്നു. അവൻ തന്റെ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു. ഉടൻ ഫോൺ എടുത്ത് ഉറുമ്പുകളെ വിളിച്ചു. ഹലോ, ഇത് ഞാനാ, മുയൽ.
ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് പോലെ അതങ്ങ് ചെയ്താ മതി. പറ മുയൽ ചേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങളെ ജീവൻ രക്ഷിച്ചു തന്ന ആളല്ലേ. പറയൂ ചേട്ടാ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടിന് മുകളിലല്ലേ സിംഹരാജാവിന്റെ വീട്? അതെ, നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം. ആരും അറിയരുത്. അതാണോ? അതിനെന്താ ചേട്ടാ? അതൊക്കെയുണ്ട്, ഞാൻ വഴിയേ പറഞ്ഞു തരാം. പിന്നെ വിളിക്കാം. ഓക്കേ. അത് കഴിഞ്ഞ് മുയൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ഗുഹയ്ക്ക് പുറത്ത് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടു. മൃഗങ്ങൾ ഒത്തുകൂടിയപ്പോൾ സിംഹം തന്റെ മാളത്തിൽ നിന്ന് 2 ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി. അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ തത്തമ്മ തന്റെ കഥ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, രാജാവിന്റെ പക്കലുള്ള ആ 2 കുഞ്ഞുങ്ങളും എന്റെയാണെന്നുള്ളത്. രാജാവ് അതിന് തെളിവും സാക്ഷികളും വേണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അതെന്റെ കുഞ്ഞാണെന്ന് സിംഹത്തോടൊന്ന് പറയണം, പ്ലീസ്. അവൾ ഓരോ മൃഗത്തിന്റെ അടുത്ത് ചെന്ന് സത്യം പറയണമെന്നും അത് രണ്ടും തന്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും അതിന് തയ്യാറായില്ല. എന്നാൽ അവൾ അവസാനമായി മുയലിനോടും ചോദിച്ചു. അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും രോമമുള്ള ഒരു മൃഗത്തിന് തൂവലുകളുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഈ 2 ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ തൂവലുകളുണ്ട്, എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ 2 കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ്. ഇത് കേട്ട സിംഹം അലറി മുയലിനു നേരെ ചാടി. ഇത് കേട്ട മുയൽ തന്റെ സുഹൃത്തുക്കളായ ഉറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു. ഈ തക്കം നോക്കി തത്തമ്മ തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പറന്നുപോയി. എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ, പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ, മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. കരയണ്ട, മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ? എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയാ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ
മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാനറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടൂ. കറുപ്പ് താ എനക്ക് പിടിച്ച കളറേ തന്നെ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെയല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാട് കടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീത ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീത ബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളുവടിക്കാതെ. ഹേയ്, ഉളുവടിച്ചതല്ല. സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം. എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നെക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. ഓ നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ എന്നാ പിടിച്ചോ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. അയ്യോ! കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. കള്ളക്കുരങ്ങ, പണി പറ്റിച്ചില്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ ആ വരുന്നത്? അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഹേയ്, ഒന്നുമില്ല. ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോർണിംഗ് വാക്ക് ഉച്ചക്ക്? സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ? അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ, ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി. അമ്പട കള്ള. അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്? അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ, നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല. പാടവരമ്പത്തിലാരാണ് ഈ
ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും.
നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കളുണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ.